ഞാനിപ്പോൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഈ ഭൂമിയിൽ പിറന്ന ഓരോ മനുഷ്യരായിട്ടുള്ളവർ നോക്കുന്നത്. ലഹരിയുടെ അടിമകളായ മൃഗങ്ങൾ നോക്കാൻ സാധ്യത കുറവായിരിക്കും. പിന്നെ പെറ്റമ്മയെയും മാതൃത്തെയും സ്നേഹിക്കുന്ന നല്ലവരായ ജനങ്ങളുള്ള നാടാണെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ. കാരണം 1947 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് വെറുതെയാണ്. ബ്രിട്ടീഷ് കമ്പനി അടിച്ചേൽപ്പിച്ചും പോയ പ്ലാസ്റ്റിക്കിനകത്ത് നിറച്ച രാസവസ്തുവായ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ രുചി. ആ രുചി നൽകിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പോവുകയാണ്. വരും തലമുറയ്ക്ക് ആരോഗ്യം എന്തെന്നറിയില്ല. രാസലഹരികളുടെയും രാസ ഉൽപ്പന്നങ്ങളുടെയും നടുവിലാണ്. നമ്മുടെ സർക്കാർ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് ചിന്തിക്കാം, എന്തുവാ കാണുന്നേ? കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് വിശപ്പ് കിടാൻ വേണ്ടി അമ്മമാർ ചെയ്യുന്ന എളുപ്പ വഴി പാക്കറ്റുകളിലാക്കിയ രാസവസ്തുക്കൾ. ഇതും ഒരു ലഹരി തന്നെയല്ലേ? കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ട് സ്വന്തം പെറ്റമ്മ മുലപ്പാൽ നൽകി? എന്തുകൊണ്ട് അവർ കല്ലിലാട്ടിയ ഭക്ഷണങ്ങൾ നൽകി? കറിച്ചട്ടിൽ വേവിച്ചു തന്നു? സമയങ്ങൾ ഒത്തിരി അവർക്കുണ്ടായിരുന്നു. നമുക്ക് സമയമില്ലാതെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച അടിമത്തത്തെ നമ്മൾ പിന്തുടരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യം അറിഞ്ഞവൻ പെറ്റമ്മയെ അറിയും, പെറ്റമ്മയെ അറിഞ്ഞവൻ മാതൃത്വം അറിയും, മാതൃത്വം അറിഞ്ഞവൻ തന്റെ കുഞ്ഞിന് നൽകുന്നത് ഏറ്റവും വലിയ മാതൃസ്നേഹമാണ്. ഭക്ഷണം, ആഹാരം. അവൻ ഓരോ തുള്ളി ആഹാരം കഴിക്കുമ്പോഴും അവന്റെ എല്ലുകളിലും പല്ലുകളിലും ചിരകളിലും ഓടുന്നത് എനർജിയാണ്. അല്ലാതെ ഈ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെമിക്കലോ രാസവസ്തുവോ അല്ല നമ്മൾ കഴിക്കേണ്ടതും കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതും. എന്തുകൊണ്ട് തലമുറകൾ തലതിരിഞ്ഞു പോകുന്നു? ചിന്തിക്കുക, ബാക്കി തുടരും. പറയുന്നു, എന്തുവാ പറയുന്നേ? ലഹരി നിർത്തിയെന്ന്. ഏറ്റവും വലിയ ലഹരിയല്ലേ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്? നല്ലൊരു ഭരണകൂടം നമ്മൾക്കുണ്ടോ? കേരളവോ കേന്ദ്രവോ? സർക്കാർ മുദ്രയുള്ള സാധനമാണ് നമുക്ക് നൽകുന്നത്. ഇതെല്ലാം നിർത്തിയാൽ ഒരുപക്ഷെ ലഹരിയിൽ നിന്ന് മുക്തി നേടാം. നമ്മൾ കുടിക്കുന്ന തേയില തൊട്ട്, രാവിലെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് കുടിക്കുന്ന തേയില തൊട്ട് വൈകുന്നേരം കിടക്കാൻ നേരത്ത് കഴിക്കുന്ന ജങ്ക് ഫുഡ് ഉൾപ്പെടെ സർക്കാർ അനുവദിച്ച് കിട്ടുന്ന കരം കൊണ്ട് ജീവിക്കുന്നതല്ലേ? അതിൽ നിന്നൊരു ശമ്പളമല്ലേ എല്ലാരും പറ്റുന്ന? ആ ശമ്പളത്തിന്റെ വിഹിതമല്ലേ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന? സഡൻ ആക്ഷൻ പരിപാടി. കടയിലോട്ട് മക്കളോട് എന്താ പറയുന്നത്? കടയിലോട്ട് പൊയ്ക്കോ, ഗൂഗിൾ പേ പൈസയുണ്ട് അപ്പന്റെയും അമ്മയുടെയും കയ്യില്, കാണുന്ന മേടിച്ച് കഴിച്ചോ. ആരോഗ്യമല്ല. ആരോഗ്യമാണോ കൊടുക്കുന്നത്? അല്ല. അവർക്ക് നൽകുന്നത് ഏറ്റവും വലിയൊരു രോഗി. ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ സർക്കാരിന്റെ അനുമതിയിൽ നൽകുന്ന ആശുപത്രികളാണ് മുക്കും മൂലയിലും. നമ്മുടെ ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും വലിയ ഷണ്ടത്വം, ആണത്തമില്ലായ്മ, ലിവർ സിറോസിസ്, ക്യാൻസർ, ഹാർട്ട് പ്രോബ്ലം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അമ്മ ഊട്ടിയ മുലപ്പാലല്ല ഇന്നത്തെ തലമുറ ഊട്ടുന്നത്. സർക്കാരിന് എന്ത് നൽകാൻ പറ്റും? ഇതിൽ നിന്നൊരു മുക്തി നേടിക്കൊടുക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ എന്തുവാ കൊണ്ടുവന്നിരിക്കുന്നത്? തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനല്ല ആദ്യം വരേണ്ടത്, ജങ്ക് ഫുഡുകൾക്കെതിരെയാണ്. ഇതാണ് രാസലഹരികൾ, രാസവസ്തുക്കൾ. തിരിച്ചറിയൂ നല്ലരായ മനുഷ്യരെ, ജനങ്ങളെ. നമ്മൾ ഈ കഴിക്കുന്ന അമേരിക്കൻ കുത്തക കമ്പനികൾ നിർമ്മിതമായ പൊട്ടറ്റോ ചിപ്സ്, അതും രാസലഹരിയും രണ്ടും ഒന്നല്ലയോ? ഇത് കഴിച്ചുണ്ടാകുന്നതും ഷണ്ടത്വം, ലഹരി അടിച്ചുണ്ടാകുന്നതും ഷണ്ടത്വം, മദ്യം കഴിച്ചാലുണ്ടാകുന്നതും ഷണ്ടത്വം, ആണത്തമില്ലായ്മ, ഒളിമറവുകൾ, കള്ളത്തരങ്ങൾ. എവിടെ നിന്നാണോ ഇത് തുടങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നിർത്തണം, അവിടെ നിന്ന് നിർത്തണം. നമ്മൾ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം. ഇത് നമ്മളിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ഉൽപ്പന്നമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെ നൽകൂ, വിഷം നൽകാതെ. മനുഷ്യരല്ലേ, പ്രകൃതി തന്ന കഴിവുകൾ വിനിയോഗിക്കൂ.